ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റഹ്മത്തിൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഗൗസുൽ ആലങ്ങൾ പാപ്പാന്റെ മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ. അമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ ഗൗസിയ്യ റാത്തീബിൽ ഗൗസുൽ ആലങ്ങൾ പാപ്പയുടെ വിശുദ്ധമായ ഇസ്മുകളുടെ വിശദീകരണമാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഖാദിരിയ്യ ത്വരീഖത്തിന്റെ കാമിലായ ദിക്റിലേക്ക് ഇതുവരെ കടന്നു വരാത്തവർ ഖാദിരിയത്തിന്റെ കാമിലായ ദിക്ർ നൽകുന്ന മഹാന്മാരായ ഖലീഫമാരിൽ ഒരാളുമായി ബന്ധപ്പെട്ട് ദിക്ർ സ്വീകരിക്കുക. ദിക്ർ ലഭിച്ചവർ ഗൗസിയ്യ റാത്തീബിന്റെ മജ്ലിസിൽ പങ്കെടുക്കുക. അതുവഴി നമ്മുടെ ജീവന്റെ ജീവനായ ജാതിയേരി ശൈഖ് തങ്ങളുപ്പാപ്പയുമായുള്ള ആത്മീയ ബന്ധത്തിലൂടെ രണ്ട് ലോകവും സലാമത്താക്കുക. അതൊക്കെയാണ് ഈ ക്ലാസ് കൊണ്ടുള്ള ഉദ്ദേശം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഗൗസുൽ ആലങ്ങൾ പാപ്പയുടെ പരിശുദ്ധമായ ഇസ്മാണ് ഗൗസ്. ഗൗസിയ്യ റാത്തീബിലെ യാ ഗൗസ് യാ മുഹിയുദ്ദീൻ എന്ന വിശുദ്ധമായ ഇസ്മ 111 പ്രാവശ്യം ആദരവോടുകൂടെ എഴുന്നേറ്റ് നിന്ന് വിളിക്കേണ്ടതാണ്. യാ ഗൗസ്. ഗൗസ് എന്ന വിശുദ്ധമായ ഇസ്മ 89ാമത്തെ ഇസ്മാണ്. ഗൗസ് എന്നതിനർത്ഥം ഗൗസ് എന്ന വിശുദ്ധമായ ഇസ്മിന്റെ അർത്ഥം സഹായിക്കുന്ന ആള്. ഗൗസ് സഹായം അഥവാ സഹായിക്കുന്ന ആളെന്ന് അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു തആല ഗൗസുൽ ആലങ്ങൾ പാപ്പയെ ഒരുപാട് പ്രാവശ്യം യാ ഗൗസുൽ ആലം എന്ന് വിളിച്ചിട്ടുണ്ട്. യാ ഗൗസുൽ ആലം മാ ലഹർതു ഫീ ഷൈഇൻ കലുഹൂരി ഫിൽ ഇൻസാൻ. ഓ ഗൗസുൽ ആലം, മാ ലഹർതു ഫീ ഷൈഇൻ, ഞാനൊരു വസ്തുവിലും വെളിവായിട്ടില്ല, കലുഹൂരി ഫിൽ ഇൻസാൻ, മനുഷ്യനിൽ ഞാൻ വെളിവായതുപോലെ. അള്ളാഹു ഗൗസുൽ ആലങ്ങൾ പാപ്പയോട് പറഞ്ഞതാണ്, ഗൗസുൽ ആലം തങ്ങളെ മനുഷ്യനിൽ ഞാൻ വെളിപ്പെട്ട പോലെ മറ്റൊരു വസ്തുവിലും ഞാൻ വെളിപ്പെട്ടിട്ടില്ല. ഇങ്ങനെ യാ ഗൗസുൽ ആലം എന്ന് വിളിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു ഗൗസുൽ ആലങ്ങൾ പാപ്പയോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം കിതാബുകൾ ഒരുപാട് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു എത്ര പ്രാവശ്യമാണ് ഗൗസുൽ ആലം തങ്ങളെ യാ ഗൗസുൽ ആലം എന്ന് വിളിച്ചത് എന്ന് അള്ളാഹുവിനും ഗൗസുൽ ആലം തങ്ങൾ പാപ്പാക്കുമേ അറിയുകയുള്ളൂ, അള്ളാഹുവിന്റെ റസൂലിനും. അത്രയും അടുത്ത ബന്ധമാണ് അള്ളാഹുവും റസൂലും ഗൗസുൽ ആലം തങ്ങൾ പാപ്പയും. അതാണ് അള്ളാഹുവിന് പരിശുദ്ധമായ 99 ഇസ്മുകൾ, അള്ളാഹുവിന്റെ റസൂലിന് പരിശുദ്ധമായ 99 ഇസ്മുകൾ, ഗൗസുൽ ആലം തങ്ങൾ പാപ്പാക്കും പരിശുദ്ധമായ 99 ഇസ്മുകൾ. ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ്. യാ ഗൗസ് യാ മുഹിയുദ്ദീൻ എന്നുള്ളത്, മുഹിയുദ്ദീൻ എന്ന വിശുദ്ധമായ ഇസ്മ നമ്മൾ നേരത്തെ എണ്ണിയത് കൊണ്ട് വീണ്ടും നാം എണ്ണുന്നില്ല. അപ്പൊ 89ാമത്തെ ഇസ്മാണ് ഗൗസ്. അതിനുശേഷം ഗൗസുൽ ആലങ്ങൾ പാപ്പയുടെ 90ാമത്തെ ഇസ്മായിട്ട് ഗൗസിയ്യ റാത്തീബിൽ പറയുന്നത് മുത്തയ്യബ് എന്നാണ്. മുത്തയ്യബിന്റെ അർത്ഥം നല്ല ആള്. അലി റളിയല്ലാഹു അൻഹു അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നത് കാണാം. ഒരിക്കൽ അമ്മാർ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ അടുത്ത് പ്രവേശിക്കാൻ വേണ്ടി അനുമതി ചോദിച്ചു. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, അത്വയ്യിബ് അൽ മുത്തയ്യബ് ഇദല്ലഹു, നല്ലവനായ പരിശുദ്ധനായ ആ വ്യക്തിക്ക് അനുമതി നൽകുക എൻ്റെ അടുത്ത് കടന്നു വരാൻ. ചുരുക്കി പറഞ്ഞാൽ അതിൽ ആ ഹദീസിൽ പറഞ്ഞ മുത്തയ്യബ് ഗൗസുൽ ആലങ്ങൾ പാപ്പയുടെ പരിശുദ്ധമായ ഇസ്മാണ്.
എനക്ക് തനക്കായി നിന്നെ പടച്ച ഞാൻ, ഇങ്ങനെ തന്നെയും ശബ്ദത്തെ കേട്ടോവർ. അള്ളാഹുവിന് വേണ്ടി മാത്രം പടച്ചതാണ് ഗൗസുല്ലായ തങ്ങൾ പാപ്പയെ. വസ്തനാഅതുക ലിനഫ്സി എന്ന് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന്, അള്ളാഹുവിൽ നിന്ന് ഗൗസുല്ലായ തങ്ങൾ പാപ്പ കേട്ടിട്ടുണ്ട്. അത് മൂസാ നബിയോട് അള്ളാഹു പറഞ്ഞ വിശുദ്ധമായ കാര്യമാണ്. എല്ലാം മുമ്പ് പല ക്ലാസ്സുകളിലായി വിശദീകരിച്ചത് കൊണ്ട് ആവർത്തിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ മുഖറബായ ഗൗസുല്ലായ തങ്ങൾ പാപ്പയുടെ ഇസ്മാണ് മുത്തയ്യബ്. മുത്തയ്യബിൻ്റെ അർത്ഥം നല്ല ആള്, പരിശുദ്ധനായ ആള് എന്നാണ്. ഉപ്പാപ്പയുടെ 91-ാമത്തെ ഇസ്മ മാലിൻ എന്നാണ്. മാലിൻ എന്ന വിശുദ്ധമായ ഇസ്മിൻ്റെ അർത്ഥം സൈഫുൻ ഖാതിഉൻ, മൂർച്ചയുള്ള വാള്. ഗൗസുല്ലായ തങ്ങൾ പാപ്പ മൂർച്ചയുള്ള വാളാണ്. കൽപ്പന എന്നോരോ സൈഫ് ഞാനെന്നോവർ, കോപം ഉടയോന്റെ നാറ് ഞാനെന്നോവർ. ഉപ്പാപ്പ കൽപ്പന എന്ന വാളാണ്. ആ വാള് അള്ളാഹുവിൻ്റെ കോപം ഉടയ അള്ളാഹുവിൻ്റെ നാറാണ് ഞാൻ. ആ നാറിൽ നിന്ന് രക്ഷപ്പെടാൻ എൻ്റെ പൊരുത്തം സമ്പാദിക്കുക, എന്നാൽ നിങ്ങൾക്ക് നൂറിലെത്താം. നാറ് പോയി നൂറാകും. അപ്പോൾ അള്ളാഹുവിൻ്റെ സൈഫാണ് ഗൗസുല്ലായ തങ്ങൾ പാപ്പ. ഉപ്പാപ്പയുടെ പരിശുദ്ധമായ ഇസ്മ 92-ാമത്തെ ഇസ്മ മുഅ്മിൻ. മുഅ്മിൻ എന്നാണ്. മുഅ്മിൻ എന്ന വിശുദ്ധമായ ഇസ്മ അള്ളാഹുവിൻ്റെ ഇസ്മാണ്. അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഇസ്മ ആണ് മുഅ്മിൻ. അതേ ഇസ്മ ഗൗസുല്ലായ തങ്ങൾ പാപ്പാക്കം ഉണ്ട്. മുഅ്മിൻ വിശ്വസിച്ച ആൾ. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും. മുഅ്മിൻ, അൽ മുഅ്മിൻ, ഏറ്റവും വലിയ വിശ്വാസി ഗൗസുല്ലായ തങ്ങൾ പാപ്പയാണ്. കാരണം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സമ്പൂർണനായ ഖലീഫയാണ് ഗൗസുല്ലായ തങ്ങൾ പാപ്പ. ഉപ്പാപ്പയുടെ 93-ാമത്തെ ഇസ്മ തഖിയ്. തഖിയ് എന്ന വിശുദ്ധമായ ഇസ്മിൻ്റെ അർത്ഥം മുത്തഖി എന്നാണ്. ഹദീസിൽ കാണാം, ഇന്നല്ലാഹ യുഹിബ്ബുൽ അബ്ദ തഖിയ്യൽ ഗനിയൽ ഖഫി. അള്ളാഹു മുത്തഖിയായ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളെ ഇഷ്ടപ്പെടുന്നു. അന്ത തുഖല്ല തുഖിയായി അന്ത അസ്ഫൽ അസ്ഫിയായി സുർത താജൽ ഔലിയായി ആതിനാ ഫത്ഹം മുബീനാ. മുഹയ്യിദ്ദീൻ മൗലൂദിൽ കാണാം, അങ്ങ് ഏറ്റവും വലിയ മുത്തഖിയാണ്. ഉപ്പാപ്പയുടെ 94-ാമത്തെ ഇസ്മ ഹബീബ്. ഹബീബ് എന്നാണ്. ഹബീബിൻ്റെ അർത്ഥം ഇഷ്ടമിത്രം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപ്പാൻ്റെ ഖബറിൻ്റെ അടുക്കൽ കൊണ്ട് ചെന്ന് വെച്ചു. അവിടുത്തെ അനുമതി പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ വിശുദ്ധമായ റൗള ഷരീഫിൽ നിന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പാപ്പയുടെ ശബ്ദം കേട്ടു, അദ്ഖിലുൽ ഹബീബ അലൽ ഹബീബ്. വിശുദ്ധമായ ഹദീസ്. ഹബീബിനെ, അതാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ, അലൽ ഹബീബ്, സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാപ്പയുടെ അടുത്തേക്ക് പ്രവേശിപ്പിക്കുക. അപ്പോൾ ഹബീബ്, അള്ളാഹുവിൻ്റെ ഹബീബാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതേ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാപ്പയുടെ ഹബീബാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പാപ്പാൻ്റെ ഹബീബാണ് ഗൗസുല്ലായ തങ്ങൾ പാപ്പ റളിയല്ലാഹു അൻഹു. ആ വിശുദ്ധമായ നാമം ഹബീബ്. ഹബീബിൻ്റെ അർത്ഥം ഇഷ്ടമിത്രം. ഉപ്പാപ്പയുടെ 95-ാമത്തെ ഇസ്മാണ് ഹസനി. ഹസനിയുൻ. ഹസനി എന്ന് പറഞ്ഞാൽ ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരമകൻ. അനിൽ ഹസനി വൽ മിഖ്ദഅ മഖാമി വഖദാമി അലാ ഉനുഖിർ റിജാലി.
ജലാലിയ റാത്തീബ്. ഞാൻ ഹസനിയാണ് ഗൗസുൽ ആലങ്ങൾ ഉപ്പാപ്പ പറഞ്ഞിരിക്കുന്നു. ഉപ്പാപ്പയുടെ 96-ാമത്തെ ഇസ്മാണ് മുൻഇം. മുൻഇം എന്ന് പറഞ്ഞാൽ അനുഗ്രഹം ചെയ്യുന്ന ആൾ. വമൻ യുതഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം. അൻഅമയുടെ ഇസ്മ ഫായിലാണ്. അൻഅമ അനുഗ്രഹം ചെയ്തു, മുൻഇം അനുഗ്രഹം ചെയ്യുന്ന ആൾ. ഗൗസുല്ലാഹ് തങ്ങൾ പാപ്പയാണ് എല്ലാ അനുഗ്രഹവും ചെയ്യുന്നത്. അല്ലാഹനക്കാവൻ താൻ ചെയ്ത പോരീഷ ആർക്കും ഖിയാമത്തോളം ചെയ്യാതെന്നോവർ. ഉപ്പാപ്പാക്ക് നൽകിയ പോരീഷ ആർക്കും ഖിയാമത്ത് നാൾ വരെ അള്ളാഹു ചെയ്യൂലാൻ. അത്രയും വലിയ അനുഗ്രഹമാണ് അള്ളാഹു ഉപ്പാപ്പാക്ക് നൽകിയിരിക്കുന്നത്. ആ അനുഗ്രഹങ്ങളെല്ലാം നൽകുന്നവരാണ് ഉപ്പാപ്പ. അപ്പൊ മുൻഇം അർത്ഥം അനുഗ്രഹം ചെയ്യുന്ന ആൾ. ഉപ്പാപ്പയുടെ വിശുദ്ധമായ 97-ാമത്തെ ഇസ്മാണ് ഹുമാം. ഹുമാം അർത്ഥം മിഖ്ദാം അഥവാ ധീരൻ, കരുത്തനായ ധീരനായ ആളാണ്. ശുജാഇയാണ് ഗൗസുല്ലാഹ് തങ്ങൾ പാപ്പ. വലൗലാ റസൂലുള്ളാഹി ബിൽ അഹ്ദി സാബിഖുൻ ലഅഗ്ലഖ്തു അബ്വാബൽ ജഹീമി ബിഹിമ്മതി. അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും തമ്മിലുള്ള ഒരു അഹദ് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ ഒരു അഹദ് നടന്നില്ലായിരുന്നുവെങ്കിൽ എൻ്റെ ഹിമ്മത്ത് കൊണ്ട് ജഹീമിന്റെ നരകത്തിന്റെ വാതിലുകൾ ഞാൻ അടച്ചു കളയുമായിരുന്നു എന്ന് ഗൗസുല്ലാഹ് തങ്ങൾ പാപ്പ. ആ വാക്കിന്റെ ഒക്കെ അർത്ഥം എന്താണെന്ന് അല്ലാഹു അഅലം. അത്രയും ഹിമ്മത്തുള്ള വാക്കുകൾ പറഞ്ഞ മഹാനാണ് ഗൗസുല്ലാഹ് തങ്ങൾ പാപ്പ. ധീരനാണ്, കരുത്തനാണ്. ഉപ്പാപ്പയുടെ 98-ാമത്തെ ഇസ്മ താജ്. താജുൽ ഔലിയ, ഔലിയാഇന്റെ കിരീടമാണ്. അന്ത തഖല്ലത് ഖിയായി അന്ത അസ്ഫൽ അസ്ഫിയായി സുർത താജൽ ഔലിയായി ആതിനാ ഫത്ഹം മുബീനാ. ഞങ്ങൾ പാപ്പ അങ്ങ് ഔലിയാഇന്റെ താജ് ആയിരിക്കുന്നു. കാരണം സുൽത്താനുൽ ഔലിയ എന്ന് പേരുള്ളവർ സയ്യിദവർ തായും ബാവയും ആണോവർ. ഔലിയാഇന്റെ സുൽത്താനാണ് ഗൗസുല്ലാഹ് തങ്ങൾ പാപ്പ. സുൽത്താന്റെ തലയിലാണ് താജുൽ ഔലിയ, ഔലിയാഇന്റെ മുഴുവൻ കിരീടമുള്ളത്. ഉപ്പാപ്പ തന്നെ പറഞ്ഞല്ലോ, ഖദമി ഹാദിഹി അലാ റഖബതി കുല്ലി വലിയില്ലാഹ്. എൻ്റെ പരിശുദ്ധമായ ഈ പാദം എല്ലാ ഔലിയാഇന്റെയും പിരടിക്ക് മുകളിലാണ് എന്ന് എല്ലാം നേരത്തെ വിശദീകരിച്ചതാണ്. ഉപ്പാപ്പയുടെ 99-ാമത്തെ ഇസ്മ ഹുസൈനി എന്നാണ്. അഥവാ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടിയാണ് ഗൗസുല്ലാഹ് തങ്ങൾ പാപ്പ. അന്തൽ ഹുസൈനിയ വൽ ഹസനിയ കുന്ത മഅ അബൻ വ ഉമ്മൻ ശരീഫൈനി ഖദ് ഇജ്തമഅ فكنت شمسا وبدرا نورا التمعا أنت الحق لتدعى محي الدين يا محي الدين يا محي الدين يا محي الدين يا عبد القادر جيلاني. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഗൗസുല്ലാഹ് തങ്ങൾ പാപ്പയുടെ പരിശുദ്ധമായ 99 ഇസ്മുകൾ
അള്ളാഹുവിൻ്റെയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും ഗൗസുല്ല നിങ്ങൾ പാപ്പയുടെയും എൻ്റെ ഷേഖ് തങ്ങൾ പാപ്പയുടെയും തിരുനോട്ടം കൊണ്ട് സാധ്യമാം വിധം ചെറിയ രീതിയിൽ വിശദീകരിച്ചിരിക്കുന്നു. അള്ളാഹു സ്വീകരിക്കട്ടെ. ഗൗസുല്ല നിങ്ങൾ പാപ്പയുടെയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാപ്പാൻ്റെ എൻ്റെ ഷേഖ് തങ്ങൾ പാപ്പയുടെയും തിരുനോട്ടം കൊണ്ട് അവിടുത്തെ ഔദാര്യം കൊണ്ട് അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹുവേ ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഗൗസുല്ല നിങ്ങൾ പാപ്പാന്റെ മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കണേ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് ഗൗസുല്ല നിങ്ങൾ പാപ്പയുടെ പരിശുദ്ധമായ 10 ഇസ്മുകൾ, അവസാനം പറഞ്ഞ 10 ഇസ്മുകൾ ഒന്നിച്ച് ചൊല്ലി അതിൻ്റെ ജവാബ് ചൊല്ലി ഈ ക്ലാസ് അവസാനിപ്പിക്കാം. സാധാരണഗതിയിൽ ഓരോ ക്ലാസ്സിലും 12 ഇസ്മുകളാണ് ഉണ്ടാവാറുള്ളത്. ഈ ക്ലാസ്സിൽ 10 ഇസ്മുകൾ വിശദീകരിക്കാൻ കാരണം താജുൽ ഔലിയ എന്നത് ഒരു ഇസ്മായിട്ടാണ്, അഥവാ സാധാരണഗതിയിൽ ഒരു വരിയിൽ 2 ഇസ്മുകൾ വരാറുണ്ട്. ഇവിടെ താജുൽ ഔലിയ എന്ന വരിയിൽ ഒരു ഇസ്മേ ഉള്ളൂ. സുമ്മ ഹുസൈനിയുൻ എന്ന ആ വരിയിലും ഒരു ഇസ്മേ ഉള്ളൂ. അതുകൊണ്ടാണ് 10 ഇസ്മുകൾ 6 വരിയിലായി വന്നത്. സാധാരണഗതിയിൽ 12 ഇസ്മുകളാണ് വരാറുള്ളത്. നമുക്ക് ഈ 6 വരികളും ഒന്നിച്ചു ചൊല്ലി അതിൻ്റെ ജവാബ് ചൊല്ലി ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. മുത്തയ്യബും മാളിൻ യാ ശൈഖി മുഹ്യദ്ദീൻ മുഅ്മിനുൻ തഖിയ്യുൻ عنكم رضي الله حبيب حسني يا شيخي محي الدين منعم همام عنكم رضي الله تاج الأولياء يا شيخي محي الدين ثم حسيني عنكم رضي الله الله جل الله جل جلال الله حصل مرادنا عنه رضي الله. അല്ലാഹുവേ ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഗൗസുല്ല നിങ്ങൾ പാപ്പാന്റെ മുരീദന്മാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കണേ. ആമീൻ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.